എറണാകുളം നഗരം ഉച്ചവെയിലിൽ ഉരുകിയൊലിക്കുകയായിരുന്നു. ആകാശത്ത് സൂര്യൻ ഒരു തീഗോളം പോലെ ജ്വലിച്ചു നിൽക്കുന്നു. എം.ജി. റോഡിലെ ടാറിട്ട നിരത്തുകളിൽ നിന്ന് ചൂട് ആവി പറക്കുന്നുണ്ടായിരുന്നു. വാഹനങ്ങളുടെയും ജനങ്ങളുടെയും അവിരാമമായ ബഹളങ്ങൾ, ഹോണുകളുടെ ശബ്ദം, പുകപടലങ്ങൾ. ഇവയ്ക്കിടയിലൂടെ നഗരത്തിന്റെ തിരക്കുകളെ വകവയ്ക്കാതെ പൊടി പിടിച്ച പാദങ്ങളുമായി ഒരാൾ നടന്നു നീങ്ങുന്നു. വിക്രം വർമ്മ. കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ കാൽനടയാത്ര ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അരയിൽ മുറുക്കിയൊടുത്ത കറുത്ത മുണ്ട്, ദേഹത്ത് വിയർപ്പിൽ കുതിർന്ന കറുത്ത ഷർട്ട്, കഴുത്തിൽ പലതവണ ചുറ്റിയ തുളസിമാല, തോളിൽ ഭാരമേറിയ ഇരുമുടിക്കെട്ട് ഒരു തപസ്സുപോലെ അയാൾ വഹിക്കുന്നുണ്ടായിരുന്നു. വെയിലേറ്റ് കരിവാളിച്ച മുഖം, നീണ്ടു വളർന്ന താടിരോമങ്ങൾ, ഉണങ്ങിയ ചുണ്ടുകൾ. ഒറ്റനോട്ടത്തിൽ അയ്യപ്പനെ കാണാൻ പോകുന്ന സാധാരണക്കാരനായ ഒരു ഭക്തൻ. ആരും അയാളെ രണ്ടാമതൊന്നു നോക്കില്ല. പക്ഷേ ആ വേഷത്തിനപ്പുറം മറ്റൊന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ. ക്ഷീണം കൊണ്ട് അല്പം താഴ്ന്നിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ എരിയുന്ന കനൽ ആരും കാണാതെ പോകുന്നു. ആഴമേറിയതും നിശിതവുമായ ആ കണ്ണുകൾ നഗരത്തിലെ ഓരോ ചലനവും ഓരോ മുഖവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു, ഒരു വേട്ടക്കാരന്റെ ജാഗ്രതയോടെ. വിശപ്പും ദാഹവും അയാളുടെ ശരീരത്തെ തളർത്തിത്തുടങ്ങിയിരുന്നു. ഉമിനീർ വറ്റിത്തുടങ്ങിയ തൊണ്ടയൊന്ന് നനയ്ക്കാൻ അയാൾ ആഗ്രഹിച്ചു. പൊള്ളുന്ന വെയിലിൽ നിന്ന് അല്പനേരമെങ്കിലും മാറി നിൽക്കണം. അപ്പോഴാണ് റോഡിന്റെ വശത്തായി നഗരത്തിന്റെ അഹങ്കാരം പോലെ തലയുയർത്തി നിൽക്കുന്ന ദ റോയൽ പാലസ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ അയാളുടെ കണ്ണിൽപ്പെട്ടത്. സ്വർണ്ണ നിറത്തിലുള്ള വലിയ ബോർഡ്, മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന വില കൂടിയ കാറുകൾ, യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി ജീവനക്കാർ. അതിന്റെ കൂറ്റൻ ഗ്ലാസ് വാതിലുകൾക്ക് പിന്നിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പ് അയാളെ മാടി വിളിക്കുന്നതുപോലെ തോന്നി. അവിടെയൊന്ന് കയറി വെള്ളം കുടിക്കാം, വിക്രം മനസ്സിൽ കരുതി. ആഡംബരത്തിന്റെ ആ കോട്ടയിലേക്ക് ലളിതമായ വിശ്വാസത്തിന്റെ കരുത്തുമായി അയാൾ കാലെടുത്തുവെച്ചു. ഹോട്ടലിന്റെ വിശാലമായ പോർട്ടിക്കോയിലേക്ക് വിക്രം വർമ്മ കയറിയപ്പോൾ യൂണിഫോം ധരിച്ച കാവൽക്കാരൻ സംശയത്തോടെ ഒന്ന് തടയാനാഞ്ഞതാണ്. എന്നാൽ വിക്രമിന്റെ നടത്തത്തിലെ സ്വാഭാവികമായ അധികാരവും ആ കണ്ണുകളിലെ തീക്ഷ്ണതയും കണ്ടതുകൊണ്ടാകാം അയാൾ വഴിമാറിക്കൊടുത്തു. സെൻസർ ഘടിപ്പിച്ച കൂറ്റൻ ഗ്ലാസ് വാതിലുകൾ നിശബ്ദമായി തുറന്നു. പുറത്തെ ചൂടിൽ നിന്ന് അകത്തേക്ക് കയറിയ വിക്രമിനെ സ്വീകരിച്ചത് കുളിരുന്ന എയർ കണ്ടീഷണർ കാറ്റും മുല്ലപ്പൂവിന്റെയും ലാവൻഡറിന്റെയും നേർത്ത സുഗന്ധവുമായിരുന്നു. അകം തികച്ചും മറ്റൊരു ലോകമായിരുന്നു. വെണ്ണക്കൽ പാകിയ തറ, മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്റ്റൽ ഷാൻഡലിയറുകൾ, മൃദുവായ സംഗീതം. വിക്രം റിസപ്ഷൻ ഡെസ്കിന് നേരെ നടന്നു. തറയിൽ അയാളുടെ പൊടിപിടിച്ച കാൽപ്പാടുകൾ പതിയുന്നത് അവിടെയുള്ള പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷനിലിരുന്ന പെൺകുട്ടി വിക്രമിനെ കണ്ട അമ്പരന്നു. അവളുടെ പുരികങ്ങൾ ചുളിഞ്ഞു. "എക്സ്ക്യൂസ് മീ, എന്തു വേണം?" അവളുടെ സ്വരത്തിൽ മര്യാദയേക്കാളേറെ അസഹിഷ്ണുതയായിരുന്നു. "കുറച്ച് വെള്ളം കുടിക്കാൻ." വിക്രമിന്റെ ശബ്ദമിടറിയിരുന്നെങ്കിലും അതിൽ വ്യക്തതയുണ്ടായിരുന്നു. അവൾ മറുപടി പറയാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും ലോബിയുടെ അങ്ങേയറ്റത്തുനിന്ന് അത്ഭുതകരമായ വേഗത്തിൽ ഒരാൾ അവിടേക്ക് പാഞ്ഞുവന്നു. വില കൂടിയ സ്യൂട്ടും ടൈയും ധരിച്ച തടിച്ച ശരീരപ്രകൃതിയുള്ള, മുഖത്ത് എണ്ണമയം തിളങ്ങുന്ന മധ്യവയസ്കൻ, ഹോട്ടൽ മാനേജർ വർക്കി. അയാളുടെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിക്കുന്നുണ്ടായിരുന്നു. "നിർത്തൂ!" വർക്കി അലറി. റിസപ്ഷനിലെ പെൺകുട്ടി ഭയന്നുപോയി. അയാൾ വിക്രമിന്റെ നേരെ തിരിഞ്ഞു. "ആരാടോ താൻ? ഇതെന്താ വഴിയമ്പലമാണെന്ന് കരുതിയോ കയറി വരാൻ?" വർക്കി വിക്രമിനെ അടിമുടി നോക്കി. അയാളുടെ നോട്ടം വിക്രമിന്റെ പൊടിപിടിച്ച കാലുകളിലും വിയർപ്പ് നാറ്റമുണ്ടെന്ന് അയാൾ കരുതുന്ന കറുത്ത വസ്ത്രത്തിലും തങ്ങി നിന്നു. "നോക്കൂ, തറ മുഴുവൻ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു." "ദാഹിച്ചതുകൊണ്ട് കയറിയതാണ്. വെള്ളം തന്നാൽ കുടിച്ച ഉടനെ പൊയ്ക്കോളാം." വിക്രം വളരെ ശാന്തനായി മറുപടി നൽകി. അയാളുടെ ശബ്ദം ഉയർന്നിരുന്നില്ല, പക്ഷേ അത് വർക്കിയുടെ അഹങ്കാരത്തിന്മേൽ ഒരു ചാട്ടവാടടി പോലെ വീണു. "വെള്ളമോ? തനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ ഞങ്ങളിവിടെ ധർമ്മസ്ഥാപനമല്ല നടത്തുന്നത്. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ മിനറൽ വാട്ടർ ഓർഡർ ചെയ്യണം. അതിന് കാശ് കൊടുക്കണം. താൻ വന്ന വേഷം കണ്ടാൽ അറിയാലോ കയ്യിൽ കാശില്ലെന്ന്. ഭക്തിയുടെ പേരും പറഞ്ഞ് ഭിക്ഷയെടുക്കാൻ ഇറങ്ങിയതാണോ?" വർക്കിയുടെ വാക്കുകൾ വിഷം പോലെ പുറത്തുവന്നു. ലോബിയിലുണ്ടായിരുന്ന വിദേശികളടക്കമുള്ള ഗസ്റ്റുകൾ ഈ ബഹളം കേട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചു. വിക്രം ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വർക്കിയോടുള്ള പുച്ഛമായിരുന്നില്ല,
മറിച്ച് മനുഷ്യന്റെ അല്പത്തരത്തോടുള്ള സഹതാപമായിരുന്നു. വേഷം നോക്കി മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് മണ്ടത്തരമാണ് മാനേജർ. ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക എന്നത് സംസ്കാരമാണ്. അതിന് നക്ഷത്രങ്ങളുടെ തിളക്കം നോക്കേണ്ടതില്ല. ആ മറുപടി വർക്കിയെ വിറളി പിടിപ്പിച്ചു. ഒരു ഭിക്ഷക്കാരൻ തനിക്ക് ക്ലാസ് എടുക്കുന്നുവോ? എടാ, നിന്റെ തത്വശാസ്ത്രം കേൾക്കാനുള്ള സമയമില്ല എനിക്ക്. മര്യാദയ്ക്കിറങ്ങിപ്പോടാ, അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിട്ട് നിന്നെ എടുത്തെറിയും. എന്റെ ഗസ്റ്റ്സിനെ നാറ്റിക്കാതെ ഇറങ്ങിപ്പോ. വർക്കി കൈ ചൂണ്ടി ആക്രോശിച്ചു. വിക്രം അനങ്ങിയില്ല. അയാൾ വർക്കിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ വർക്കിയൊന്ന് പതറി. അത് വെറുമൊരു ഭക്തന്റെ നോട്ടമായിരുന്നില്ല. സെക്യൂരിറ്റി, ഇവനെ പിടിച്ചു പുറത്താക്ക്, വർക്കി അലറി വിളിച്ചു. വർക്കി തന്റെ മൊബൈൽ ഫോൺ എടുക്കാനായി തിരിഞ്ഞ ആ നിമിഷം ലോബിയിലെ സമയം നിശ്ചലമായതുപോലെ തോന്നി. വിക്രം വർമ്മ എന്ന അയ്യപ്പ ഭക്തൻ അവിടെ തന്നെ നിന്നു. എന്നാൽ അയാളുടെ ഉള്ളിലെ ഭാവം മാറിമറിഞ്ഞു. കാനനവാസത്തിന്റെ ഭക്തിഭാവം താൽക്കാലികമായി വഴിമാറി. പകരം ക്രിമിനൽ കുറ്റാന്വേഷണത്തിന്റെ മൂർച്ചയുള്ള ബുദ്ധി ഉണർന്നു. കാക്കി കുപ്പായമിട്ടിട്ടില്ലെങ്കിലും അയാളുടെ ശിരകളിലൊഴുകുന്നത് നിയമപാലകന്റെ രക്തമായിരുന്നു. അയാൾ ചുറ്റും നോക്കി. ഒരു സാധാരണ മനുഷ്യന്റെ നോട്ടമായിരുന്നില്ല അത്. കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ തേടുന്ന ഒരു കഴുകന്റെ നോട്ടമായിരുന്നു. ലോബിയുടെ ഇടതുവശത്തെ മങ്ങിയ വെളിച്ചമുള്ള കോണിൽ ഒരു വട്ടമേശയ്ക്കരികിൽ ഇരിക്കുന്ന 3 യുവാക്കൾ. കോളേജ് യൂണിഫോം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പെരുമാറ്റം അസ്വാഭാവികമാണ്. അവരുടെ കണ്ണുകൾ അമിതമായി തിളങ്ങുന്നു. കൈകൾ വിറയ്ക്കുന്നു. ചിരിക്കു പകരം അവരുടെ മുഖത്ത് ഒരുതരം ഉന്മാദമാണ്. അവർ മദ്യപിക്കുകയല്ല, മറിച്ച് മറ്റെന്തോ ലഹരിയുടെ പിടിയിലാണ്. അടുത്ത നിമിഷം വിക്രമിന്റെ കണ്ണുകൾ ഒരു വെയിറ്ററിലേക്ക് നീങ്ങുന്നു. അയാൾ ഒരു ട്രേയുമായി ആ കുട്ടികളുടെ അടുത്തേക്ക് നടക്കുന്നു. ട്രേ മേശപ്പുറത്ത് വെക്കുന്നതിനിടയിൽ അയാളുടെ കൈകൾ അത്ഭുതകരമായ വേഗത്തിൽ മേശയ്ക്കടിയിലേക്ക് നീങ്ങുന്നു. അവിടെ ഇരുന്ന ഒരു കുട്ടിയുടെ കൈയിലേക്ക് വെളുത്ത പൊടിയടങ്ങിയ ഒരു ചെറിയ സിപ്ലോക്ക് കവർ കൈമാറുന്നു. പകരമായി ചുരുട്ടിപ്പിടിച്ച നോട്ടുകൾ വെയിറ്ററുടെ പോക്കറ്റിലേക്ക്. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. സിന്തറ്റിക് ഡ്രഗ്സ്. വിക്രമിന്റെ മനസ്സ് മന്ത്രിച്ചു. ഇനി ബാർ കൗണ്ടറിന് പിന്നിലേക്ക്. അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾക്കിടയിൽ ഒരു രഹസ്യവാതിൽ. സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത VIP ഏരിയ. അവിടെ കാവൽ നിൽക്കുന്ന 2 ബൗൺസർമാർ. അവരുടെ ശരീരഭാഷ സെക്യൂരിറ്റി ജീവനക്കാരുടേതല്ല, ഗുണ്ടകളുടെ ശരീരഭാഷയാണ്. അവരുടെ കോട്ടിന്റെ വശങ്ങളിൽ കാണുന്ന ചെറിയ മുഴപ്പുകൾ. അത് കത്തിയാണോ അതോ തോക്കാണോ? ആ വാതിലിലൂടെ അകത്തേക്ക് പോകുന്നവരുടെ മുഖങ്ങൾ വിക്രം ശ്രദ്ധിച്ചു. നഗരത്തിലെ ചില പ്രമുഖരും പിന്നെ തീർത്തും അപരിചിതമായ ചില ഇരുണ്ട മുഖങ്ങളും. ഏറ്റവും വേദനിപ്പിച്ചത് അവിടെയുള്ള സാധാരണ ജീവനക്കാരുടെ മുഖമായിരുന്നു. ഒരു 18 വയസ്സ് മാത്രം തോന്നുന്ന ഒരു ജൂനിയർ വെയിറ്റർ വിറയ്ക്കുന്ന കൈകളോടെ ഗ്ലാസുകൾ തുടയ്ക്കുന്നു. അവൻ എന്തോ കണ്ട് ഭയന്നതുപോലെ, അല്ലെങ്കിൽ എന്തോ രഹസ്യം സൂക്ഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടതുപോലെ. ഇതൊരു ഹോട്ടലല്ല. പുറമേ കാണുന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുടെ മറവിൽ നഗരത്തിലെ യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒരു വിപണിയാണ് ഇവിടെ നടക്കുന്നത്. താൻ ചോദിച്ച ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ തന്നെ പുറത്താക്കാൻ മാനേജർ വർക്കി കാണിച്ച അമിത തിടുക്കത്തിന് കാരണം വ്യക്തമാണ്. ഒരപരിചിതൻ, പ്രത്യേകിച്ച് നിരീക്ഷണ പാടവമുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നത് അവരുടെ രഹസ്യങ്ങൾക്ക് ഭീഷണിയാണ്. വിക്രം വർമ്മയുടെ ഉള്ളിൽ കോപം ഇരമ്പാർത്തു. പക്ഷെ പുറമേ അയാൾ ശാന്തനായി തുടർന്നു. ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്ന വഴിയിൽ ഈ അസുരന്മാരെ നിഗ്രഹിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്ന് അയാൾ ഉറപ്പിച്ചു. അധികാരത്തിന്റെ ധിക്കാരവുമായി 2 കൂറ്റൻ സെക്യൂരിറ്റി ജീവനക്കാർ വിക്രമിന്റെ നേരെ പാഞ്ഞടുത്തു. അവരുടെ കൈകൾ അയാളുടെ നേർക്ക് നീണ്ടു. മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? ഇറങ്ങിപ്പോടാ. അതിലൊരാൾ വിക്രമിന്റെ തോളിൽ പിടിച്ച് ആഞ്ഞൊന്ന് തള്ളി. ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ആ തള്ളിൽ നിലത്ത് വീഴുമായിരുന്നു. പക്ഷേ വിക്രം പാറ പോലെ ഉറച്ചുനിന്നു. ആ സ്പർശനം അയാളുടെ ശരീരത്തിൽ വെറുപ്പുളവാക്കി. എങ്കിലും അയാൾ തിരിച്ചടിച്ചില്ല. അയാളുടെ കൈകൾ തന്റെ തോളിലെ ഇരുമുടിക്കെട്ടിലേക്ക് നീണ്ടു. പുണ്യപാപങ്ങളുടെ ചുമട് നിലത്ത് വീഴാതെ അയാൾ മാറോടടച്ച് സംരക്ഷിച്ചു. വിക്രം സാവധാനം തിരിഞ്ഞു. അയാൾ ഹോട്ടൽ മാനേജർ വർക്കിയുടെ നേരെ നടന്നു. വർക്കി ഭയത്തോടെ പിന്നോട്ട് മാറി. വിക്രം അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ നോട്ടം വർക്കിയുടെ ആത്മാവിനെ തുളച്ചു കയർന്നതായിരുന്നു. വിക്രമിന്റെ ചുണ്ടിൽ നേർത്ത നിഗൂഢമായൊരു ചിരി വിരിഞ്ഞു. അത് പരാജയത്തിന്റെ ചിരിയായിരുന്നില്ല, വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം നിഷേധിച്ചതിലല്ല വർക്കി നിന്റെ പരാജയം, മറിച്ച് നീ ആരെയാണ് പുറത്താക്കുന്നത് എന്ന് തിരിച്ചറിയാത്തതിലാണ്. നിന്റെ ഈ കൊട്ടാരത്തിന്റെ ചില്ലുകൾ ഉടയാൻ പോകുന്നു. വാക്കുകൾ മുഴപ്പിച്ചു പറയാതെ തന്നെ വിക്രം വർമ്മ തിരിഞ്ഞു നടന്നു.
അയാളുടെ ഓരോ ചുവടുവെപ്പിലും ഒരു സിംഹത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഗ്ലാസ് വാതിലുകൾ തുറന്ന് അയാൾ പുറത്തേക്ക് കടന്നു. ഹോട്ടലിനുള്ളിലെ തണുപ്പിൽ നിന്ന് നഗരത്തിന്റെ ഉഷ്ണത്തിലേക്ക് അയാൾ വീണ്ടും ഇറങ്ങി. വെയിൽ കത്തുന്നുണ്ടായിരുന്നു, പക്ഷെ വിക്രമിന്റെ ഉള്ളിലെ തീ അതിലും വലുതായിരുന്നു. ഹോട്ടലിന്റെ ഗേറ്റിൽ നിന്ന് അല്പം മാറി ഒരു മരത്തണലിലേക്ക് അയാൾ നീങ്ങി. അരയിലെ മടിക്കുത്തിൽ നിന്ന് അയാൾ തന്റെ പഴയ നോക്കിയ ഫോൺ എടുത്തു. അത് സ്മാർട്ട് ഫോൺ അല്ലായിരുന്നു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ അയാൾ ഉപയോഗിക്കുന്ന വിശ്വസ്തമായ പഴയ ഉപകരണം. വിറയ്ക്കുന്ന കൈകളോടെയല്ല, തികച്ച സംയമനത്തോടെ അയാൾ കീപാഡിൽ അമർത്തി. കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ പ്രൈവറ്റ് നമ്പർ. റിംഗ് ചെയ്തതും മറുതലയ്ക്കൽ ശബ്ദം കേട്ടു. ഹലോ, വിക്രം വർമ്മയാണ്. ആ ശബ്ദത്തിൽ ഇപ്പോൾ ഭക്തന്റെ വിനയമില്ലായിരുന്നു. പകരം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഐജിയുടെ അധികാരമായിരുന്നു മുഴങ്ങിയത്. കമ്മീഷണർ, ലിസൺ കെയർഫുള്ളി. ലൊക്കേഷൻ ദ റോയൽ പാലസ് ഹോട്ടൽ, MG റോഡ്. ഇതൊരു സാധാരണ റെയ്ഡല്ല. കോഡ് റെഡ്. അയാൾ ഒരു നിമിഷം നിർത്തി. ഹോട്ടലിന്റെ കെട്ടിടത്തിലേക്ക് നോക്കി. ഇവിടെ നടക്കുന്നത് മയക്കുമരുന്ന് മാഫിയയുടെ ഹോൾസെയിൽ ഡീലാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇരകളാണ്. എനിക്ക് ലോക്കൽ പോലീസിനെ വേണ്ട. വിശ്വസ്തനായ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ അയയ്ക്കുക, ഇപ്പോൾ തന്നെ. ആരും രക്ഷപ്പെടരുത്. ഫോൺ കട്ട് ചെയ്ത് അയാൾ പോക്കറ്റിലിട്ടു. എനിക്ക് ശാന്തനായി. ഒന്നും സംഭവിക്കാത്തതുപോലെ റോഡരികിലെ തിലക്കിലേക്ക് നോക്കി നിന്നു. വേട്ടക്കാരൻ കെണിയൊരുക്കിക്കഴിഞ്ഞു. ഇനി ഇരകൾക്ക് രക്ഷയില്ല. കൃത്യം 20 മിനിറ്റ്. ഹോട്ടലിന്റെ പുറത്ത് സമയം ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ വിക്രമിന് തോന്നി. എന്നാൽ ആ നിശബ്ദത ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. ദൂരെ നിന്ന് ഒരിരമ്പം കേട്ടുതുടങ്ങി. അത് അടുക്കുംതോറും നഗരത്തിലെ മറ്റു ശബ്ദങ്ങളെല്ലാം അതിനു വഴിമാറി. സൈറണുകൾ, ഒന്നല്ല പലതും. റോയൽ പാലസിന്റെ ഗേറ്റിലേക്ക് പൊടുന്നനെ 3 മഹീന്ദ്ര ബൊലേറോ ജീപ്പുകൾ ചീറിപ്പാഞ്ഞുവന്നു. ടയറുകൾ ടാറിലുരസി തീപ്പൊരി ചിതർന്ന ശബ്ദത്തോടെ അവ ഹോട്ടലിന്റെ പോർട്ടിക്കോയിൽ കുറുകെ നിർത്തി. നീലയും ചുവപ്പും കലർന്ന ബീക്കൺ ലൈറ്റുകൾ ആഡംബര ഹോട്ടലിന്റെ ചില്ലുകളിൽ തട്ടി പ്രതിഫലിച്ചു. ജീപ്പുകളിൽ നിന്ന് കാക്കി ധരിച്ച പോലീസുകാർ ചാടിയിറങ്ങി. അവരുടെ കയ്യിൽ ലാത്തിയും തോക്കുകളുമുണ്ടായിരുന്നു. സാധാരണ ലോക്കൽ പോലീസ് ആയിരുന്നില്ല അത്. പ്രത്യേക പരിശീലനം ലഭിച്ച സ്ട്രൈക്കിംഗ് ഫോഴ്സായിരുന്നു. ഹോട്ടലിന്റെ എല്ലാ കവാടങ്ങളും നിമിഷനേരം കൊണ്ട് അവർ വളഞ്ഞു. അകത്ത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ ആടിത്തിമിർത്തിരുന്നവർ പെട്ടെന്ന് സ്തംഭിച്ചു. സംഗീതം നിലച്ചു. പകരം പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം മാത്രം മുഴങ്ങി. ആരുമനങ്ങരുത്, പോലീസ് റെയ്ഡ് എന്ന ആജ്ഞ ഇടിമുഴക്കം പോലെ ലോബിയിൽ പ്രതിധ്വനിച്ചു. ചിലർ പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവിടെയും തോക്കേന്തിയ പോലീസുകാർ കാവലുണ്ടായിരുന്നു. ഗുണ്ടകളെപ്പോലെ നിന്ന ബൗൺസർമാർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ ലാത്തിക്കു മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ബഹളം കേട്ട മാനേജർ വർക്കി തന്റെ ക്യാബിനിൽ നിന്ന് ഓടിവന്നു. തന്റെ സാമ്രാജ്യം ആക്രമിക്കപ്പെടുന്നത് കണ്ട് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഭയത്തേക്കാളുപരി ദേഷ്യമാണ് അയാൾക്ക് തോന്നിയത്. എന്താണിതൊക്കെ? ആരാണിതിന് അനുമതി തന്നത്? വർക്കി അലറിക്കൊണ്ട് പോലീസുകാർക്ക് നേരെ ചെന്നു. നിങ്ങൾക്കെന്താ വട്ടായോ? ഇതാരുടെ ഹോട്ടലാണെന്നറിയാമോ? സംസ്ഥാനത്തെ പ്രമുഖ മന്ത്രി എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചാൽ നിങ്ങളുടെ തൊപ്പി തെറിക്കും. വർക്കി ഭീഷണിയുടെ സ്വരത്തിൽ അലറി. അപ്പോഴാണ് പ്രധാന ജീപ്പിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ ഇറങ്ങിയത്. 6 അടി പൊക്കമുള്ള കപ്പടാ മീശയുള്ള തന്റേടമുള്ള ഉദ്യോഗസ്ഥൻ. അയാൾ വർക്കിയുടെ അടുത്തേക്ക് നടന്നു. വർക്കിയുടെ ഭീഷണികൾക്ക് മുന്നിൽ പ്രതാപന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നിന്റെ മന്ത്രിയെ നീ പിന്നെ വിളിക്കാം വർക്കി. അതിനുള്ള സമയം ഞാൻ തരാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം എനിക്ക് എന്റെ സാറിനെ കാണണം. എവിടെ അദ്ദേഹം? പ്രതാപന്റെ ശബ്ദത്തിലെ ഗൗരവം കണ്ട് വർക്കിയൊന്ന് പതറി. സാർ? ഏത് സാർ? ഇവിടെ അങ്ങനെ ആരുമില്ല. സാർ? ഏത് സാർ? ഇവിടെ ഞാനല്ലാതെ വേറെ ആരാണുള്ളത്? വർക്കി ചുറ്റും നോക്കി. ലോബിയിൽ ഭയന്നു നിൽക്കുന്ന ജീവനക്കാരും അതിഥികളും മാത്രം. താനല്ലാതെ അധികാരമുള്ള മറ്റാരും അവിടെയില്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. എന്നാൽ CI പ്രതാപൻ അയാളുടെ ചോദ്യം കേട്ടതായി പോലും നടിച്ചില്ല. അയാളുടെ കണ്ണുകൾ ലോബിയുടെ പ്രവേശന കവാടത്തിനടുത്ത് ഒരു വലിയ മാർബിൾ തൂണിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു രൂപത്തിലുടക്കി. പ്രതാപൻ വർക്കിയെ നിഷ്പ്രയാസം തള്ളിമാറ്റി. ഉറച്ച കാൽവെപ്പുകളോടെ അങ്ങോട്ട് നടന്നു. വർക്കി വേച്ചുപോയി. പക്ഷേ അയാൾ അത് കാര്യമാക്കിയില്ല. ഇൻസ്പെക്ടർ പോകുന്നത് എവിടേക്കാണെന്ന് അയാൾ ഉറ്റുനോക്കി. പ്രതാപൻ ചെന്നുനിന്നത് ആ കറുത്ത വേഷധാരിയുടെ മുന്നിലാണ്. അല്പം മുമ്പ് താൻ ആട്ടിപ്പയച്ച പൊടിപിടിച്ച കാലുകളും മുഷിഞ്ഞ വസ്ത്രങ്ങളുമുള്ള ആ ഭിക്ഷകാരൻ. വർക്കിയുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. എന്തിനാണ് ഇൻസ്പെക്ടർ ആ ഭിക്ഷകാരന്റെ അടുത്തേക്ക് പോകുന്നത്? അയാളെ അറസ്റ്റ് ചെയ്യാനാണോ? എന്നാൽ അടുത്ത നിമിഷം കണ്ട കാഴ്ച ഹോട്ടൽ ലോബിയെ മാത്രമല്ല, വർക്കിയുടെ ബോധത്തെയും മരവിപ്പിച്ചു. CI പ്രതാപൻ തന്റെ ബൂട്ടുകൾ ചേർത്തുപിടിച്ചു. നടുനിവർത്തി. വലതുകൈ നെറ്റിയോട് ചേർത്ത് ഉച്ചത്തിൽ ബഹുമാനത്തോടെ വിളിച്ചു പറഞ്ഞു. ജയ് ഹിന്ദ് സാർ. സ്ട്രൈക്കിംഗ് ഫോഴ്സ് റിപ്പോർട്ടിംഗ് സാർ. ലോബിയിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത.
കാറ്റിൽ ആടിയുലയുന്ന ഷാൻഡിലിയറുകളുടെ ശബ്ദം പോലും അപ്പോൾ മുഴങ്ങിക്കേട്ടു. വർക്കിയുടെ കണ്ണുകൾ തള്ളിപ്പോയി. അയാൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വിശ്വസിക്കാനായില്ല. സംസ്ഥാനത്തെ തന്നെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതാപൻ ഒരു ഭിക്ഷകാരനെ സല്യൂട്ട് ചെയ്യുന്നു. വിക്രം വർമ്മ സാവധാനം മുന്നോട്ടു വന്നു. തൂണിന്റെ നിഴലിൽ നിന്ന് അയാൾ വെളിച്ചത്തിലേക്കിറങ്ങി. ആ നിമിഷം അയാളുടെ നടപ്പിലും ഭാവത്തിലും വന്ന മാറ്റം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. തോളിലെ ഇരുമുടിക്കെട്ട് ഒരായുധം പോലെ അയാൾ മുറുകെ പിടിച്ചിരുന്നു. ആ കണ്ണുകൾ, അല്പം മുമ്പ് വരെ ശാന്തമായിരുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ അധികാരത്തിന്റെ അഗ്നി ജ്വലിക്കുന്നു. ഗുഡ് ജോബ് പ്രതാപൻ, വിക്രമിന്റെ ശബ്ദം മുഴങ്ങി. അത് കേണപേക്ഷിക്കുന്ന ഭക്തന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ഉത്തരവിടുന്ന മേലധികാരിയുടെ ശബ്ദമായിരുന്നു. സീൽ എവ്രി എക്സിറ്റ്, ഒരു തരി പൊടി പോലും പുറത്തു പോകരുത്. വിക്രം സാവധാനം വർക്കിയുടെ അടുത്തേക്ക് നടന്നു. വർക്കി വിറയ്ക്കുകയായിരുന്നു. അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പുതുള്ളികൾ ധാരധാരയായി ഒഴുകി. വിക്രമിന്റെ ഓരോ ചുവടുവെപ്പും വർക്കിയുടെ നെഞ്ചിൽ ചവിട്ടുന്നതുപോലെ തോന്നി. വിക്രം വർക്കിയുടെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. അയാൾ വർക്കിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്തേ വർക്കി മാനേജറെ, വിയർക്കുന്നോ? AC ഓഫായോ? വിക്രമിന്റെ ചോദ്യത്തിൽ പരിഹാസമുണ്ടായിരുന്നു. സാർ എനിക്ക് വർക്കിക്ക് വാക്കുകൾ കിട്ടിയില്ല. അയാളുടെ അഹങ്കാരം കാറ്റിൽ പറന്ന കരിയില പോലെയായി. ഈ കറുത്ത വേഷം കണ്ട് നീ എന്നെ വിലയിരുത്തിയല്ലേ? വിക്രം തന്റെ പൊടി പിടിച്ച വസ്ത്രത്തിലേക്ക് ചൂണ്ടി. കാക്കിയും നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിയമത്തെ ബഹുമാനിക്കൂ എന്നെനിക്കറിയാം. പക്ഷേ ഓർക്കുക വർക്കി, നിയമത്തിന് എപ്പോഴും യൂണിഫോം വേണമെന്നില്ല. എന്റെ ഈ വേഷം ഭഗവാനിലേക്കുള്ള വഴിയാണ്. പക്ഷേ എന്റെ ഈ കണ്ണുകൾ, അത് കുറ്റകൃത്യങ്ങളെ തിരിച്ചറിയുന്ന നിയമത്തിന്റെ മൂന്നാം കണ്ണാണ്. വർക്കി തളർന്നു വീഴാറായി. താൻ ആട്ടിപ്പായച്ചത് സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് IG വിക്രം വർമ്മയാണെന്ന സത്യം ഒരിടിമിന്നൽ പോലെ അയാളെ അറിഞ്ഞു. താൻ വെള്ളം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ താൻ വിഷം കൊടുത്ത് നശിപ്പിച്ചത് എത്രയോ കുട്ടികളുടെ ജീവിതമാണ്. അതിനുള്ള കണക്ക് നമുക്ക് സ്റ്റേഷനിൽ വെച്ച് തീർക്കാം. വിക്രമിന്റെ ആ വാക്കുകൾ ഒരു വിധിപ്രസ്താവം പോലെ അവിടെ മുഴങ്ങി. വിക്രമിന്റെ ആജ്ഞ പുറപ്പെട്ടതോടെ ഹോട്ടലിനുള്ളിൽ ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് ആരംഭിച്ചു. അതുവരെ നിശ്ചലമായിരുന്ന ഹോട്ടൽ ലോബി പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം കൊണ്ട് മുഖരിതമായി. പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കൾ ടൈഗറും ബ്രൂണോയും കുരച്ചുകൊണ്ട് അകത്തേക്ക് കുതിച്ചു. മയക്കുമരുന്നിന്റെ നേരിയ ഗന്ധം പോലും പിടിച്ചെടുക്കാൻ കഴിവുള്ള ആ നായ്ക്കൾ ബാർ കൗണ്ടറിന് പിറകിലുള്ള ആർട്ട് ഗാലറിക്ക് മുന്നിൽ ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അവിടെ തൂക്കിയിട്ടിരുന്ന വിദേശീയമായ ഒരു വലിയ പെയിന്റിങ്ങിനു നേരെയായിരുന്നു ടൈഗറിന്റെ ശ്രദ്ധ. ചെക്ക് ദാറ്റ് വാൾ, വിക്രം ഉച്ചത്തിൽ നിർദ്ദേശിച്ചു. 2 പോലീസുകാർ ആ പെയിന്റിംഗ് എടുത്തുമാറ്റി. പിന്നിൽ മിനുസമുള്ള തടിയിൽ തീർത്ത ഭിത്തി മാത്രം. വർക്കി ഇത് കണ്ട് ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു. എന്നാൽ വിക്രം വർമ്മ നടന്നു ചെന്ന് ആ ഭിത്തിയിൽ വിരലോടിച്ചു. ഒരു പ്രത്യേക സ്ഥലത്ത് തടിയുടെ ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സ്വിച്ച് അയാൾ കണ്ടെത്തി. നിന്റെ ബുദ്ധി കൊള്ളാം വർക്കി, പക്ഷേ അത് നിയമത്തിനു മുന്നിൽ തോറ്റുപോകും. വിക്രം ആ സ്വിച്ചിൽ അമർത്തി. ഒരു ക്ലിക്ക് ശബ്ദത്തോടെ ഭിത്തി 2ആയി പിളർന്നു. അകത്തുനിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം പുറത്തേക്ക് വന്നു. എല്ലാവരും അമ്പരന്നു. അതൊരു രഹസ്യ അറയായിരുന്നു. സിന്തറ്റിക് ഡ്രഗ്സിന്റെ വൻ ശേഖരമാണ് അവിടെ അടുക്കിവെച്ചിരുന്നത്. കിലോഗ്രാം കണക്കിന് MDMA ക്രിസ്റ്റലുകൾ, LSD സ്റ്റാമ്പുകൾ, നിരോധിച്ച മയക്കുമരുന്ന് ഗുളികകൾ, കോടികളുടെ ലഹരിയാണ് ആ ആഡംബര ഹോട്ടലിനുള്ളിൽ VIP സേവനമെന്ന പേരിൽ വിതരണം ചെയ്തിരുന്നത്. കൂടാതെ വർക്കിയുടെ ക്യാബിനിലെ രഹസ്യ സേഫിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കള്ളപ്പണത്തിന്റെ കെട്ടുകളും കണ്ടെത്തി. ഓരോ തെളിവ് പുറത്തുവരുമ്പോഴും വർക്കിയുടെ മുഖം കൂടുതൽ വിളറി വെളുത്തു. അയാളുടെ കാലുകൾ വിറച്ചു. ഒടുവിൽ ഗതികെട്ട് അയാൾ വിക്രമിന്റെ കാലിൽ വീണു. സാർ, എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുതെ വിടണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല സാർ. അയാൾ കരഞ്ഞുമുണ്ട് കേണപേക്ഷിച്ചു. വിക്രം വർമ്മ അറപ്പോടെ ഒരടി പിറകോട്ടു മാറി. അയാളുടെ കണ്ണുകളിൽ സഹതാപമായിരുന്നില്ല, കത്തുന്ന കോപമായിരുന്നു. ഉപദ്രവം ചെയ്തിട്ടില്ലെന്നോ? വർക്കി, നീ വിറ്റത് ലഹരിയല്ല, മരണമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സിരകളിലേക്ക് നീ വിഷം കുത്തിവെച്ചു. ഒരു തലമുറയെയാണ് നീ നശിപ്പിച്ചത്. നിന്റെ കൈകളിലെ രക്തക്കറ ഈ വെള്ളം കൊണ്ടൊന്നും കഴുകിക്കളയാൻ പറ്റില്ല. വിക്രം CI പ്രതാപനെ നേരെ തിരിഞ്ഞു. ഇവനെ വിലങ്ങുവെക്ക്. ഈ നഗരത്തിലെ ഒരൊറ്റ കുറ്റവാളി പോലും ഇനി സമാധാനത്തോടെ ഉറങ്ങരുത്. ടേക്ക് ഹിം അവേ. പോലീസുകാർ വർക്കിയുടെ കൈകളിൽ ഉരുക്കുവിലങ്ങണിയിച്ചു. കുറച്ചു മുമ്പുവരെ രാജാവായി വാണ അയാൾ ഇപ്പോൾ വെറും ഒരു കുറ്റവാളിയായി തല കുനിച്ചു നിന്നു. അയാളുടെ അഹങ്കാരം കണ്ണീരിൽ അലിഞ്ഞുപോയിരുന്നു. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ ലോബിയുടെ മറ്റൊരു വശത്ത് ദയനീയമായൊരു കാഴ്ചയുണ്ടായിരുന്നു. ഹോട്ടലിലെ സാധാരണ ജീവനക്കാർ, തൂപ്പുകാർ, പാത്രം കഴുകുന്നവർ, ജൂനിയർ വെയിറ്റർമാർ ഒരു മൂലലിൽ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്നു. അവരുടെ കണ്ണുകളിൽ മരണം മുന്നിൽ കണ്ട ഭാവമായിരുന്നു. പോലീസിന്റെ ലാത്തിയും തോക്കും കണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. തങ്ങളെയും പോലീസ് പിടിക്കുമെന്നും ജയിലിലടയ്ക്കുമെന്നും തങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുമെന്നും അവർ ഭയന്നു. ഒരു പോലീസുകാരൻ ലാത്തി വീശിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു.
എല്ലാരും വരിവരിയായി നിൽക്ക്, ആരും അനങ്ങിപ്പോവരുത്. ആ ആക്രോശം കേട്ട് നേരത്തെ വിക്രം കണ്ട ആ 18കാരനായ പയ്യൻ ഭയന്ന് വിറച്ച് നിലത്തേക്ക് വീണു. എന്നെ കൊല്ലല്ലേ സാറേ, എനിക്കൊന്നും അറിയില്ലേ, അവൻ കൈകൂപ്പി നിലവിളിച്ചു. ഇത് കണ്ട് വിക്രം വർമ്മ വേഗത്തിൽ അങ്ങോട്ട് നടന്നു. അയാൾ ആ പോലീസുകാരന്റെ കൈ പിടിച്ചു തടഞ്ഞു. സ്റ്റോപ്പ്! വിക്രം ആ പയ്യന്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. അവന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. ആ സ്പർശനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർക്കശ്യമായിരുന്നില്ല, മറിച്ച് ഒരു ജ്യേഷ്ഠന്റെ വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. മോനെ, എഴുന്നേൽക്ക്, വിക്രം മൃദുവായി പറഞ്ഞു. പയ്യൻ വിറച്ചുകൊണ്ടെഴുന്നേറ്റു. വിക്രം അവിടെ കൂടിയിരുന്ന എല്ലാ തൊഴിലാളികളെയും നോക്കി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീകൾ, പ്രായമായവർ. അവരുടെ കണ്ണുകളിലെ ഭയം വിക്രമിനെ വേദനിപ്പിച്ചു. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നോ? വിക്രം ചോദിച്ചു. ഒരു പ്രായമായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അറിയാമായിരുന്നു സാറേ, പക്ഷേ ഞങ്ങൾ മിണ്ടിയില്ല. മിണ്ടിയാൽ കൊന്നുകളയുമെന്ന് മാനേജർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ കാര്യം കഷ്ടാണ് സാറേ. മരുന്നിനും ഭക്ഷണത്തിനും വേറെ വഴിയില്ല. ഈ ജോലി പോയാൽ ഞങ്ങൾ പട്ടിണിയാകും. അവരുടെ വാക്കുകൾ വിക്രമിന്റെ ഉള്ളിൽ തറച്ചു. കുറ്റകൃത്യം പലപ്പോഴും അധികാരത്തിന്റെ മാത്രമല്ല, അതിജീവനത്തിന്റെയും പ്രശ്നമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ അവരുടെ കണ്ണുനീർ തുടച്ചു. ഭയം ഒരു കുറ്റമല്ല, വിക്രം എല്ലാവരോടുമായി പറഞ്ഞു. കുറ്റകൃത്യം ചെയ്യുന്നതു മാത്രമല്ല, അത് കണ്ടില്ലെന്ന് നടിക്കുന്നതും തെറ്റാണ്. പക്ഷേ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാകും. പണക്കാരന് നിയമം ഒരു കളിയാവാം, പക്ഷേ പാവപ്പെട്ടവന് അത് ജീവിതമാണ്. അയാൾ തിരിഞ്ഞ് CI പ്രതാപനെ വിളിച്ചു. ശബ്ദത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. പ്രതാപൻ, ഈ പാവങ്ങളെ ആരെയും കേസിൽ പ്രതി ചേർക്കരുത്. ഇവർ കുറ്റവാളികളല്ല, ഇരകളാണ്. വർക്കിയുടെ ഭീഷണിക്ക് വഴങ്ങി മൗനം പാലിച്ചവർ. ഇവരെ സാക്ഷികളാക്കുക. ഇവരുടെ മൊഴി രേഖപ്പെടുത്തണം. അല്ലാതെ ഒരാളെപ്പോലും ഉപദ്രവിക്കരുത്. ഇവരെല്ലാം സുരക്ഷിതമായി വീടുകളിലെത്തണം. അത് പ്രതാപന്റെ ഉത്തരവാദിത്തമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർക്ക് വിശ്വസിക്കാനായില്ല. അവർ നന്ദിയോടെ വിക്രമിനെ നോക്കി കൈകൂപ്പി. ചിലർ വിക്രമിന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ദൈവമാണ് സാർ, സാർ ഞങ്ങളുടെ ദൈവമാണ്. വേണ്ട, വിക്രം അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ഞാൻ ദൈവമല്ല, നിയമം നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം. നിയമം ശിക്ഷിക്കാൻ മാത്രമല്ല, നിരപരാധികളെ രക്ഷിക്കാൻ കൂടിയുള്ളതാണ്. ഇനി മേലാൽ തെറ്റിന് കൂട്ടുനിൽക്കരുത്. ധൈര്യമായി ജീവിക്കുക. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെ മനസ്സിൽ വിക്രം വർമ്മ എന്ന പേര് ഒരു ദൈവത്തെപ്പോലെ പതിഞ്ഞുപോയി. അധികാരത്തിന്റെ ഗർവം കാണിക്കാതെ പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ കാണിച്ച ആ മനസ്സ്, കാക്കിയുടുപ്പിനുള്ളിലും നന്മയുള്ളൊരു മനുഷ്യനുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. ശിക്ഷ കുറ്റവാളിക്കും, രക്ഷ നിരപരാധിക്കും. നിയമത്തിന്റെ യഥാർത്ഥ നീതി അവിടെ നടപ്പിലാവുകയായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയായി. വർക്കിയെയും അയാളുടെ അധോലോക സംഘത്തെയും പോലീസ് ജീപ്പുകളിൽ കയറ്റി. മുഖം തുണികൊണ്ടു മറിച്ചിരുന്നുവെങ്കിലും അവരുടെ ശരീരഭാഷയിൽ പരാജയം പൂർണ്ണമായി നിഴലിച്ചിരുന്നു. ഹോട്ടലിനു മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം അത്ഭുതത്തോടെ ഈ കാഴ്ച കണ്ടുനിന്നു. അല്പം മുമ്പുവരെ അഹങ്കാരത്തിന്റെ പര്യായമായിരുന്ന ദ റോയൽ പാലസ് ഇപ്പോൾ നിയമത്തിന്റെ പിടിയിൽ നിശബ്ദമായിരുന്നു. സൂര്യൻ പടിഞ്ഞാറോട്ട് ചാഞ്ഞു തുടങ്ങി. നഗരത്തിലെ ഉഷ്ണത്തിന് നേരിയ ശമനം വന്നു തുടങ്ങി. ആകാശത്ത് ചുവപ്പു രാശി പടർന്നു. പോലീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കി അകലേക്ക് മറഞ്ഞപ്പോൾ റോഡരികിൽ ഒരു വല്ലാത്ത നിശബ്ദത അവശേഷിച്ചു. CI പ്രതാപൻ തന്റെ തൊപ്പി ശരിയാക്കുകൊണ്ട് വിക്രം വർമ്മയുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ വിക്രമിനോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രമിന്റെ മുഖത്ത് ഇപ്പോൾ കുറ്റാന്വേഷകന്റെ കാർക്കശ്യമില്ല, മറിച്ച് ഒരു യോഗിയുടെ ശാന്തത ആ മുഖത്ത് തിരികെ വന്നിരിക്കുന്നു. സർ, പ്രതാപൻ മെല്ലെ വിളിച്ചു. സാറിന് ക്ഷീണമുണ്ടാകും. ഉച്ചഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അടുത്ത ഗസ്റ്റ് ഹൗസിൽ സൗകര്യമൊരുക്കാം. അല്ലെങ്കിൽ പമ്പ വരെ സാറിനെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ വണ്ടി ഏർപ്പാടാക്കാം. വിക്രം തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആകാശം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വേണ്ട പ്രതാപൻ, ഞാൻ എന്റെ കാക്കി കുപ്പായം അഴിച്ചുവെച്ചാണ് മാലയിട്ടത്. ഇപ്പോൾ ഞാനൊരു IPS ഉദ്യോഗസ്ഥനല്ല, വെറുമൊരു അയ്യപ്പ ഭക്തൻ മാത്രമാണ്. ഈ കറുത്ത വസ്ത്രം ധരിച്ചാൽ പിന്നെ ഞാൻ എല്ലാവരെപ്പോലെ സാധാരണക്കാരനാണ്. കാനനവാസത്തിനുള്ള വ്രതത്തിലാണ് ഞാൻ. സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി മല ചവിട്ടുകയാണെന്റെ നിയോഗം. വണ്ടിയിൽ പോയാൽ ആ വ്രതം മുടങ്ങും. പക്ഷേ സാർ, ഈ വെയിലത്ത് ചെരുപ്പ് പോലും ഇടാതെ... പ്രതാപൻ തടയാൻ ശ്രമിച്ചു. വിക്രമിന്റെ പൊടിപിടിച്ച വിണ്ടുകീറിയ പാദങ്ങളിലേക്ക് അയാൾ വേദനയോടെ നോക്കി. വിക്രം തന്റെ തോളിലെ ഇരുമുടിക്കെട്ട് ഒന്നുകൂടി ഭദ്രമായി ചേർത്തുപിടിച്ചു. കല്ലും മുള്ളും കാരിനുമെത്ത, വിക്രം ശാന്തമായി പറഞ്ഞു. പ്രതാപൻ, നമ്മൾ യൂണിഫോം ഇടുമ്പോൾ അധികാരം നമ്മളിലേക്ക് വരുന്നു.
ആ അധികാരം നമ്മളെ ചിലപ്പോൾ അഹങ്കാരികളാക്കാം. എന്നാൽ ഈ കറുത്ത വസ്ത്രവും ഈ നഗ്നപാദങ്ങളും എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ വെറും മണ്ണാണെന്നാണ്. ഈ ചൂടും പൊടിയും ക്ഷീണവുമെല്ലാം എന്റെ അഹങ്കാരത്തെ ഉരുക്കിക്കളയാനുള്ള അയ്യപ്പന്റെ വഴികളാണ്. അയാൾ പ്രതാപന്റെ തോളിൽ തട്ടി. ഇത്രയും നേരം ഞാൻ ചെയ്തത് എന്റെ ഔദ്യോഗികമായ കടമ, കർമ്മ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ആത്മീയമായ കടമ, ധർമ്മ. രണ്ടും എനിക്ക് വലുതാണ്. ഈ നഗരത്തിലെ മാലിന്യം നീക്കാൻ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാവാം. പ്രതാപൻ മറുപടി പറയാൻ വാക്കുകളില്ലാതെ നിന്നുപോയി. അയാൾ അറിയാതെ വിക്രമിന്റെ കാൽക്കൽ തൊട്ട് വന്ദിക്കാൻ തുടങ്ങി. വിക്രം സ്നേഹത്തോടെ അയാളെ തടഞ്ഞു. വേണ്ട പ്രതാപൻ, നമ്മൾ യൂണിഫോമിലുള്ളവരാണ്. നമ്മൾ തലകുനിക്കേണ്ടത് നിയമത്തിനു മുന്നിലും ദൈവത്തിനു മുന്നിലും മാത്രമാണ്. വിക്രം നടക്കാൻ തുടങ്ങി. റോയൽ പാലസ് ഹോട്ടലിന്റെ ശീതലീകൃത അന്തരീക്ഷത്തിൽ നിന്ന് എറണാകുളം നഗരത്തിലെ തിരക്കേറിയ പൊടിപിടിച്ച നിരത്തുകളിലേക്ക് അയാൾ വീണ്ടും ഇറങ്ങി. ചെരിപ്പിടാത്ത കാലുകൾ ടാറിട്ട റോഡിൽ പതിഞ്ഞു. ആ ചൂട് അയാൾ അറിഞ്ഞില്ല. റോഡിന്റെ ഇരുവശത്തും നിന്ന ആളുകൾ ബഹുമാനത്തോടെ അയാൾക്ക് വഴിമാറിക്കൊടുത്തു. ഭയം കൊണ്ടല്ല, മറിച്ച് ആദരവ് കൊണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി നീതിമാനായ ഒരു മനുഷ്യനെ അവർ അവനിൽ കണ്ടു. പ്രതാപനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തു. ആ ബഹുമതി ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ആ കറുത്ത വസ്ത്രം ധരിച്ച ആ രൂപം മുന്നോട്ട് നടന്നു. നഗരത്തിലെ തിരക്കുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഒരാളായി അയാൾ മാറി. അയാളുടെ കണ്ണുകൾ ഇപ്പോൾ ചുറ്റുമുള്ള കുറ്റകൃത്യങ്ങളെ തേടുന്നില്ലായിരുന്നു. അവ അകക്കണ്ണ് തുറന്ന് ശബരിമലയിലെ ധർമ്മശാസ്താവിനെ ദർശിക്കുകയായിരുന്നു. നിയമത്തിന്റെ കാവൽക്കാരന്റെ മൂന്നാം കണ്ണടയുകയും ഭക്തന്റെ മനക്കണ്ണ് തുറക്കുകയും ചെയ്തു. അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചത്തിൽ ആ കറുത്ത രൂപം ജനസാഗരത്തിൽ ലയിച്ചു. അകലെ നിന്ന് കാറ്റിലൊഴുകിയെത്തുന്നതുപോലെ അയാളുടെ മന്ത്രം മാത്രം കേൾക്കാമായിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.